മജ്ജിമനികായ 19 ദ്വേത വിതർക്ക സൂത്ത്. 2 തരത്തിലുള്ള വിതർക്കങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. പ്രത്യേകിച്ച് ധ്യാനം ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സൂത്രമാണ്. നമ്മുടെ മനസ്സിൽ 2 തരത്തിലുള്ള ചിന്തകൾ വരും. കുശലചിന്ത അല്ലെങ്കിൽ പുണ്യചിന്ത, അകുശലചിന്ത അല്ലെങ്കിൽ പാപചിന്ത. എന്താണ് ഈ അകുശലചിന്ത അല്ലെങ്കിൽ പാപചിന്ത? ഏതൊരു ചിന്തയിൽ രാഗമുണ്ടോ, ദ്വേഷമുണ്ടോ, മോഹമുണ്ടോ, അതാണ് അകുശല ചിന്ത അല്ലെങ്കിൽ പാപചിന്ത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 5 ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി, ഇഷ്ടമുള്ള രൂപം, ഇഷ്ടമുള്ള ശബ്ദം, ഇഷ്ടമുള്ള ഗന്ധം, ഇഷ്ടമുള്ള രുചി, ഇഷ്ടമുള്ള സ്പർശം, ഇതിനെല്ലാം അനുഭവിക്കാനുള്ള ആഗ്രഹത്തിനെയാണ് ഇവിടെ അകുശല ചിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാപചിത്തം എന്ന് പറയുന്നത്. കുശലചിത്തം എന്ന് പറയുന്നത് രാഗമില്ലാത്ത, ദ്വേഷമില്ലാത്ത, മോഹമില്ലാത്ത നല്ല ചിന്തകൾ, മൈത്രിയുടെ ചിന്ത, മറ്റുള്ളവർക്ക് സഹായം ചെയ്യണമെന്നുള്ള ചിന്ത, ദാനം ചെയ്യണമെന്നുള്ള ചിന്ത, ഇതെല്ലാം കുശലചിത്തമാണ്. കാമം, ദ്വേഷം, ഇതെല്ലാം അകുശലചിത്തമാണ്. ഇത്തരം ചിന്തകൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിനെ വെറുതെ നോക്കിയാൽ മതിയോ, അതോ അതിനെ ഉപേക്ഷിക്കണോ? ഇത്തരം കാര്യങ്ങൾ ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നേരെ നമുക്ക് സൂത്രത്തിലേക്ക് പോകാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ ശ്രാവസ്തിയിൽ അനാഥപണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ ബുദ്ധൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, അഭിവന്ദ്യ ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, എനിക്ക് സംബോധി കിട്ടുന്നതിന് മുൻപ്, അതായത് മുക്തി കിട്ടുന്നതിന് മുൻപ്, ഞാൻ സംബോധി ലഭിക്കാത്ത ഒരു ബോധിസത്വനായിരുന്നു. ആ സമയത്ത് ഞാൻ സംബോധിക്ക് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു, അതായത് മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. ബോധിസത്വൻ എന്നാൽ മുക്തി കിട്ടാനായിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പിന്നീട് ബുദ്ധനായിട്ട് തീരും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു: യന്യുനാഹം ദ്വിതാകത്വ വിതക്കേ വിഹാരയന്തി. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകളെ രണ്ടെണ്ണമായിട്ട് വിഭജിച്ചുകൂടാ? അപ്പോൾ ഭിക്ഷുവേ, ഞാൻ ആ കാമവിതക്കങ്ങളെ, വ്യാപാദവിതക്കങ്ങളെ, വിഹിംസാവിതക്കങ്ങളെ ഒരു വിഭാഗമായിട്ട് തരംതിരിച്ചു. ഇവിടെ കാമവിതക്കം എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി, അതായത് ഇഷ്ടമുള്ള രൂപം കാണണം, ഗന്ധം വേണം, ശബ്ദം കേൾക്കണം, രസം രുചിക്കണം, ഇഷ്ടമുള്ള സ്പർശം വേണം. ഈ രീതിയിലുള്ള ചിന്തകളെയാണ് കാമവിതക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് എന്ന ചിന്തകൾ. ഇനി അതേപോലെ തന്നെ വ്യാപാദ വിതക്കം എന്ന് പറയുന്ന ചിന്തകൾ, വ്യാപാദം, എനിക്ക് ഇഷ്ടമല്ല. വിഹിംസ വിതക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹിക്കാനുള്ള, ഹാനി വരുത്താനുള്ള ചിന്തകൾ, മറ്റാരെയെങ്കിലും ദ്രോഹിക്കണം, മറ്റാർക്കെങ്കിലും ഹാനി വരുത്തണം എന്നുള്ള ചിന്തകൾ. ഇതിനെല്ലാം അകുശല ചിന്ത അല്ലെങ്കിൽ പാപചിന്ത എന്ന് നമ്മൾക്ക് പറയാം. അപ്പോൾ ഇത്തരം വിതർക്കങ്ങളെ, ചിന്തകളെ ഒരു വിഭാഗമായിട്ട് അദ്ദേഹം തരംതിരിച്ചു. ഭിക്ഷുക്കളെ, നെഖമ്മ വിതക്കോ, അഭ്യാപാദ വിതക്കോ, അവിഹിംസാ വിതക്കോ, ഇതിനെ 2ാമത്തെ വിഭാഗമായിട്ട് തരംതിരിച്ചു. നെഖമ്മ വിതക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്ക്രമണമായിട്ടുള്ള ചിന്തകൾ, അതായത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെയാണ് നെഖമ്മ വിതക്കോ എന്ന് പറയുന്നത്. അതായത് നിഷ്ക്രമണ വിതർക്കങ്ങൾ. ഉദാഹരണമായിട്ട് തപസ് ചെയ്യണം, മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കണം, ദാനം ചെയ്യണം തുടങ്ങിയ ചിന്തകളെല്ലാം ഈ തരത്തിൽപ്പെടുന്നതാണ്. അഭ്യാപാദ വിതക്കോ, ദ്വേഷമില്ലാത്ത ചിന്തകൾ, ആരോടും വെറുപ്പില്ലാത്ത നല്ല ചിന്തകൾ, അതിനെയാണ് അഭ്യാപാദ വിതക്ക എന്ന് പറയുന്നത്. അവിഹിംസ വിതക്ക്, ഹിംസയില്ലാത്ത, ക്രൂരതയില്ലാത്ത ചിന്തകൾ, അതായത് ആരെയും ദ്രോഹിക്കണം എന്നുള്ള ചിന്തയില്ല, അതിനു പകരം സഹായിക്കണം എന്നുള്ള ചിന്തയാണ് ഉള്ളത്. അഭ്യാപാദം എന്ന് പറയുന്നത് ദ്വേഷം ഉള്ള ചിന്തയല്ല, സ്നേഹം ഉള്ള മൈത്രി ചിന്തയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ചിന്തകളെ കുശലചിത്തം എന്ന് പറയും, അല്ലെങ്കിൽ പുണ്യചിത്തം എന്നെല്ലാം പറയും. ഇതിനെ
മറ്റൊരു വിഭാഗമായിട്ട് ഞാൻ തരംതിരിച്ചു. അതിനുശേഷം ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി. ജാഗ്രതയോടുകൂടി, നിഷ്ഠയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ഞാൻ ധ്യാനിക്കുകയായിരുന്നു. ഉപ്പജ്ജതി കാമവിതക്കോ, ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു കാമവിതർക്കം ഉണ്ടായി. കാമവിതർക്കം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളുടെ സുഖാനുഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചിന്ത, ഇഷ്ടമുള്ള ചിന്തകൾ. ഇത് അകുശല ചിത്തമാണ്. സോ ഏവം പജാനാമി, അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രജ്ഞാപൂർവം അതിനെ മനസ്സിലാക്കി. ഈ ഉൽപ്പന്നമായിട്ടുള്ള കാമവിതർക്കം, അതായത് എന്നിലുണ്ടായിട്ടുള്ള ഈ കാമവിതർക്കം, സചകോ അത്തവ്യാപാദായപി സമ്പത്തതി, അത് എനിക്ക് ദോഷം ചെയ്യും. പരവ്യാപാദായപി സമ്പത്തതി, അന്യന്മാർക്ക് ദ്രോഹം ചെയ്യും. ഉഭയവ്യാപാദായപി സമ്പത്തതി, ഇരുകൂട്ടർക്കും അത് ദോഷം ചെയ്യും. പഞ്യാ നിരോധിക്കൂ, അത് എൻ്റെ പ്രജ്ഞയെ അല്ലെങ്കിൽ വിവേകത്തെ തടസ്സം ചെയ്യുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. വിഘാതപക്കിക്കൂ, അത് എനിക്ക് പ്രയാസം തരുന്നതാണ്. അനിബ്ബാണ് സമ്പത്തനികൂ, ഇത് എനിക്ക് നിബ്ബാണം തരുന്നതല്ല, അത് എനിക്ക് കഷ്ടം തരുന്നതാണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അത് പോയി. ഇത് മറ്റുള്ളവർക്ക് ഹാനി തരുന്നതാണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അത് പോയി. എനിക്കും മറ്റുള്ളവർക്കും അത് ദോഷം ചെയ്യുന്നതാണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അത് പോയി. ഇത് പ്രജ്ഞയെ ഇല്ലാതാക്കുന്നു, പ്രയാസം തരുന്നു, ഇത് മുക്തി തരില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അത് പോയി. സോഖോ അഹം ഭിക്കവേ ഉപ്പഞ്ഞുപ്പാനം കാമവിതക്കം പജഹാമേവ വിനോദമേവ ബന്ധമേവ നം അകാസിം. അപ്പോൾ ഭിക്ഷുക്കളെ, ആ ഉൽപ്പന്നമായിക്കൊണ്ടിരിക്കുന്ന ആ കാമവിതക്കങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു, അതിൽ നിന്ന് മോചനം നേടി, അതിനെ ഇല്ലാതാക്കി. ഇവിടെ ഈ 3 വാക്കുകൾ ശ്രദ്ധിക്കുക. പജഹമേവ, വിനോദമേവ, ബന്ധമേവ. അതായത് അതിനെ ഉപേക്ഷിച്ചു, അതിൽ നിന്ന് മോചനം നേടി, അതിനെ ഇല്ലാതാക്കി. അപ്പോൾ കാമവിതർക്കങ്ങളെ ഈ തരത്തിലാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അതായത് അതിൻ്റെ പ്രശ്നത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചു, അത് എനിക്കും മറ്റുള്ളവർക്കും ഹാനി തരും, എൻ്റെ പ്രജ്ഞയെ ഇല്ലാതാക്കും, നിർവ്വാണം തരില്ല, അപ്പോൾ അത് നഷ്ടമായി. ഇതിനെയാണ് നമ്മൾ പജാനാദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രജ്ഞാപൂർവം ചിന്തിക്കുക എന്ന് പറയുന്നത്. പജാനാദി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് പ്രജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം? 4 ആര്യസത്യങ്ങളെയാണ് ഇവിടെ പജാനാദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രജ്ഞ എന്ന് പറയുന്നത്. ദുഃഖം, ദുഃഖത്തിൻ്റെ സമുദയം, അതിൻ്റെ നിരോധം, നിരോധനത്തിലുള്ള മാർഗം. ഈ രീതിയിൽ അറിയുന്നതിനെയാണ് പജാനാമി എന്ന് പറയുന്നത്. ഇവിടെ ബന്ദേ വിമലാരംസിയുടെ 6R എന്ന അഭ്യാസം വളരെ ഗുണം ചെയ്യും. കാരണം ഇത്തരം ഏത് ചിന്ത വന്നു കഴിഞ്ഞാലും ആ മെത്തേഡിൽ നമ്മൾ വിചാരിക്കുന്നത് റെക്കഗ്നൈസ്, റിലീസ്, റിലാക്സ്, റീസ്മെയിൽ, റിട്ടേൺ, റിപ്പീറ്റ് എന്ന 6 കാര്യങ്ങളാണ്. അതിൽ റിലീസ് എന്ന സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിച്ചു. ഇത് തന്നെയാണ് സമ്മാവായാമോ എന്ന് പറയുന്ന കാര്യത്തിലും സംഭവിക്കുന്നത്. അകുശലത്തെ നമ്മൾ ഉപേക്ഷിച്ചു. അതിനുശേഷം ഞാൻ ധ്യാനിച്ചു, ജാഗ്രതയോടുകൂടി, നിഷ്ഠയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി. അപ്പോൾ ഒരു വ്യാപാദ വിതക്കം എന്നിൽ ഉദിച്ചു. വ്യാപാദം എന്ന് പറയുന്ന സമയത്ത് ഒരു ദ്വേഷ ചിന്ത. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രജ്ഞാപൂർവം അറിഞ്ഞു, ഈ വ്യാപാദ വിതക്കം എന്നിൽ ഉദിച്ചു, ഇത് എനിക്ക് ഹാനികരമാണ്, മറ്റുള്ളവർക്ക് ഹാനികരമാണ്, എനിക്കും മറ്റുള്ളവർക്കും ഹാനികരമാണ്. ഇത് പ്രജ്ഞയെ ഇല്ലാതാക്കും, എനിക്ക് കഷ്ടം തരും, അതുകൂടാതെ മുക്തിയിലേക്ക് ഇത് നയിക്കില്ല. ഇത് എനിക്ക് ഹാനികരമാണ് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇല്ലാതായി, അല്ലെങ്കിൽ ആ ചിന്തകൾ പോയി. മറ്റുള്ളവർക്ക് ഹാനികരമാണെന്ന് ചിന്തിച്ചപ്പോൾ ആ ചിന്ത പോയി, നഷ്ടമായി. എനിക്കും മറ്റുള്ളവർക്കും ഹാനികരമാണെന്ന് ചിന്തിച്ചപ്പോൾ ആ ചിന്ത നഷ്ടമായി. ഇത് പ്രജ്ഞയെ ഇല്ലാതാക്കും, എനിക്ക് കഷ്ടം തരുന്നതാണ്, അതുകൂടാതെ ഇത് നിർവ്വാണത്തിന് ഉതകില്ല എന്ന് ചിന്തിച്ചപ്പോൾ ആ ചിന്തകൾ നഷ്ടമായി. ഇപ്രകാരം ഞാൻ വ്യാപാദ വിതക്കം
ഉണരുന്ന സമയത്ത് ഇതേ രീതിയിൽ അതിനെ ഉപേക്ഷിച്ചു, അതിനെ ഇല്ലാതാക്കി, അതിനെ നഷ്ടമാക്കി. അങ്ങനെ ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് ഒരു വിഹിംസാ വിതക്കം ഉണ്ടായി. ആർക്കെങ്കിലും ഹാനി ഉണ്ടാക്കണം എന്ന ആ ദ്വേഷകരമായിട്ടുള്ള ചിന്ത, അതിനെയാണ് വിഹിംസാ വിതക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നിൽ ഈ വിഹിംസാ വിതർക്കം ഉണ്ടായി, ഇത് എനിക്ക് ഹാനി തരുന്നതാണ്, മറ്റുള്ളവർക്ക് ഹാനി തരുന്നതാണ്, എനിക്ക് മറ്റുള്ളവർക്കും ഹാനി തരുന്നതാണ്, ഇത് എനിക്ക് കഷ്ടം തരുന്നതാണ്, ഇത് എൻ്റെ പ്രജ്ഞയെ വർദ്ധിപ്പിക്കില്ല, അതുകൂടാതെ എനിക്ക് നിബ്ബാണവും തരില്ല. ഇത് എനിക്ക് ഹാനി തരുന്നതാണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അത് ഇല്ലാതായി. മറ്റുള്ളവർക്ക് ഹാനി തരുന്നതാണ് എന്ന് ചിന്തിച്ചപ്പോൾ അത് നഷ്ടമായി. എനിക്ക് മറ്റുള്ളവർക്കും ഹാനി തരുന്നതാണ് എന്ന് ചിന്തിച്ചപ്പോൾ ആ വിഹിംസാ വിതർക്കം ഇല്ലാതായി. അത് എൻ്റെ പ്രജ്ഞയെ ഇല്ലാതാക്കും, എനിക്ക് കഷ്ടം തരും, അതുകൂടാതെ എനിക്ക് നിബ്ബാണം തരില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അത് നഷ്ടമായി. അപ്പോൾ ഞാൻ ഓരോ വിഹിംസാ വിതർക്കത്തെയും ഇപ്രകാരം ഉപേക്ഷിച്ചു, അതിൽ നിന്ന് മോചനം നേടി, അതിനെ ഇല്ലാതാക്കി. പജഹമേവ വിനോദമേവ ബന്ധമേവ. ബന്ദേ വിമലാരംസിയുടെ 6R എന്നത് ഇവിടെ വളരെ നന്നായിട്ട് ജോലി ചെയ്യും. അത്തരം ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ നമ്മൾ എടുത്തു കളയുക. ഒരു ഭിക്ഷു തുടർച്ചയായിട്ട് ഏതൊരു ചിന്തയാണോ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതുമൂലം അവരുടെ മനസ്സ് അതിലേക്ക് ചായും. അവർ എപ്പോഴും കാമവിതർക്കത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷ്ക്രമണ വിചാരങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ കാമവിചാരങ്ങളെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് ഇന്ദ്രിയസുഖങ്ങളിലെ വിചാരങ്ങളിലേക്ക് ചായും. അതായത് ഇന്ദ്രിയസുഖങ്ങളിലായിരിക്കും അവരുടെ ശ്രദ്ധ എപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ പറയുന്നത്, നമ്മൾ ഏത് കാര്യത്തെപ്പറ്റി നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമോ അതായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ചായ്വ് എന്നാണ്. ഭിക്ഷു ആകണം എന്ന് ഒരു വ്യക്തി തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഭിക്ഷുവിൻ്റെ മനസ്സ് അതിലേക്ക് ചായും. അതേപോലെ തന്നെ നിർവ്വാണം, മുക്തി എനിക്ക് വേണം എന്ന് ഒരു വ്യക്തി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് അതിലേക്ക് ചായും. ഒരു വ്യക്തി ചിന്തിക്കുകയാണ് ഇന്ദ്രിയ സുഖങ്ങൾ എനിക്ക് വേണമെന്ന്, വീണ്ടും വീണ്ടും ആലോചിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ചായും. അതാണ് ഇവിടെ പറയുന്നത്. അവർ എപ്പോഴും വ്യാപാദ വിതക്കത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ദ്വേഷമുള്ള ചിന്തകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈത്രി ചിത്തത്തെ അവർ ദ്വേഷചിത്തത്തിനു വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ് എങ്കിൽ അവരുടെ മനസ്സ് ദ്വേഷചിന്തകളിലേക്കായിരിക്കും ചായുക. ഒരു ഭിക്ഷു എപ്പോഴും വിഹിംസാ ചിന്തകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിഹിംസ ചിന്തകളെ ഒഴിവാക്കി വിഹിംസാ ചിന്തകളെയാണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് വിഹിംസാ ചിന്തകളിലേക്കായിരിക്കും ചായുക. ഉദാഹരണമായിട്ട്, ഇത് മഴക്കാലത്തെ അവസാനത്തെ മാസമാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് വിളകളെല്ലാം നല്ല പോലെ വിളഞ്ഞിരിക്കും. ആ സമയത്ത് പശുക്കളെ വളർത്തുന്ന ഒരു വ്യക്തി തൻ്റെ പശുക്കളെ ശ്രദ്ധയോടുകൂടി നോക്കണം. വിളകളുടെ സമീപത്തിലൂടെ നടന്നു പോകുന്ന ആ പശുക്കളെ വടിയുടെ സഹായത്താൽ പതുക്കെ പതുക്കെ വിളകളിൽ നിന്ന് അകറ്റി നിർത്താൻ ആ പശു വളർത്തുന്ന വ്യക്തി ശ്രദ്ധിക്കണം. തൻ്റെ വടി കൊണ്ട് പതുക്കെ പതുക്കെ അതിനെ തട്ടി ആ പശുക്കളെ വിളകളിൽ നിന്ന് അകറ്റി നിർത്തണം. അതെന്തുകൊണ്ടാണ്? അതെന്തെന്നാൽ ഈ പശുക്കൾ വിളകളിലേക്ക് പോയിട്ട് അത് തിന്ന് നഷ്ടമുണ്ടാക്കി കഴിഞ്ഞാൽ രാജാവ് ഒരു പക്ഷേ ഈ പശു വളർത്തുന്നയാളെ വധിക്കാം, അല്ലെങ്കിൽ ജയിലിലടയ്ക്കാം, അല്ലെങ്കിൽ നാട് കടത്താം. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കണ്ടു, ആ അകുശല ധർമ്മങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ കളങ്കിതമാക്കാനും ഭയമുണ്ടാക്കാനും ഉള്ള കഴിവുണ്ട്. എന്നാൽ കുശല ചിന്തകൾക്ക് അല്ലെങ്കിൽ നല്ല ചിന്തകൾക്ക് നമ്മളെ സഹായിക്കാനും നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കാനും ഉള്ള കഴിവുണ്ട്. അതിനുശേഷം ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജാഗ്രതയോടുകൂടി, നിഷ്ഠയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നെഖമ്മ വിതക്ക്, അതായത് നിഷ്ക്രമണ ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചു. നെഖമ്മ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ചിന്തകളല്ല, ആധ്യാത്മിക ജീവിതം നയിക്കണം അങ്ങനെയുള്ള നല്ല ചിന്തകൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, പജാനാതി
പ്രജ്ഞാപൂർവം എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ ഈ നിക്കമ്മ വിതക്കോ അല്ലെങ്കിൽ നിഷ്ക്രമണ ചിന്ത ഉദിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ സന്യാസിയാകണം, അല്ലെങ്കിൽ തപസ് ചെയ്യണം, ദാനം ചെയ്യണം, അങ്ങനെയുള്ള നല്ല ചിന്തകളായിരിക്കും ഉദിച്ചിരിക്കുക. ഈ ചിന്തകൾ എനിക്ക് ഹാനി തരില്ല, മറ്റുള്ളവർക്ക് ഹാനി കൊടുക്കില്ല, എനിക്കും മറ്റുള്ളവർക്കും ഹാനി തരില്ല. ഇത് പ്രജ്ഞയെ വളർത്തുന്നതാണ്, ഇത് ഹാനിയിൽ നിന്ന് മുക്തി തരുന്നതാണ്, ഇത് നിർവ്വാണത്തിലേക്ക് നയിക്കുന്നതാണ്. ഇനി നമ്മൾ ആ ചിന്തയെ പൂർണ്ണമായിട്ടും രാത്രി മുഴുവനും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതുമൂലം നമ്മൾക്ക് ഒരു ഭയവും ഉണ്ടാകില്ല. ഈ ചിന്തയെപ്പറ്റി പകൽ മുഴുവൻ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതുമൂലം യാതൊരു ഭയവും നമുക്ക് ഉണ്ടാകില്ല. പകലും രാത്രിയും ഈ ചിന്ത തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിൽ നിന്ന് യാതൊരു ഭയവും ഞാൻ കാണുന്നില്ല. എന്നാലും ഇപ്രകാരം കൂടുതൽ സമയം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ശരീരത്തിന് ക്ഷീണമുണ്ടാക്കും. കായോ കിലമയ്യ. എൻ്റെ ശരീരത്തിന് ക്ഷീണമുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകും. എൻ്റെ മനസ്സിന് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമാധിയിൽ നിന്ന് വളരെയധികം ദൂരെയാണ്. അതിനാൽ ഭിക്ഷുക്കളെ, ഞാൻ എൻ്റെ ചിത്തത്തെ നിശ്ചലമാക്കി എൻ്റെ ഉള്ളിൽ തന്നെ നിർത്തി അതിനെ സമാഹിതമാക്കി, എന്നിട്ട് ഉള്ളിൽ തന്നെ ആ മനസ്സിനെ സമാധിസ്ഥമാക്കി. അത് എന്തുകൊണ്ടാണ്? അതെന്തെന്നാൽ എൻ്റെ മനസ്സിന് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം ഞാൻ ധ്യാനിച്ചു, ജാഗ്രതയോടുകൂടി, നിഷ്ഠയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു അവ്യാപാദ വിതർക്കം, വ്യാപാദമില്ലാത്ത, ശേഷമില്ലാത്ത ഒരു വിതർക്കം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ള അല്ലെങ്കിൽ മൈത്രിയുള്ള ചിന്ത ഉണർന്നു. വീണ്ടും ഇത് പഴയതുപോലെ തന്നെ ആലോചിക്കണം. എൻ്റെ ഉള്ളിൽ ഒരു അവ്യാപാദ വിതർക്കം ഉണർന്നു, അതുകൊണ്ട് എനിക്കും പ്രശ്നമില്ല, മറ്റുള്ളവർക്കും പ്രശ്നമില്ല, ദോഷമില്ല, ജ്ഞാനം കിട്ടും, നിർവ്വാണം കിട്ടും. രാത്രി മുഴുവനും ചിന്തിച്ചാലും കുഴപ്പമില്ല, പകൽ മുഴുവനും ചിന്തിച്ചാലും കുഴപ്പമില്ല. എന്നാൽ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരം ക്ഷീണിക്കും, ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ മനസ്സിന് സ്ട്രെസ് ഉണ്ടാവും. അതിനാൽ മനസ്സിനെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ നിർത്തി സമാധിസ്ഥമാക്കി. അടുത്തത് ഇതേപോലെ തന്നെ അവിഹിംസാ വിതക്ക്, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യരുത് എന്ന ചിന്ത, അതായത് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ ഉണർന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രജ്ഞാപൂർവം അറിഞ്ഞു, ഇങ്ങനെയുള്ള ഒരു അവിഹിംസ വിതർക്കം എൻ്റെ ഉള്ളിൽ ഉണർന്നിട്ടുണ്ട്. ഇത് എനിക്ക് ഹാനിയല്ല, മറ്റുള്ളവർക്ക് ഹാനിയല്ല, എനിക്കും മറ്റുള്ളവർക്കും ഹാനിയല്ല. ഇത് പ്രജ്ഞ ഉണ്ടാക്കുന്നതാണ്, എൻ്റെ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കില്ല. അതുകൂടാതെ ഇത് നിർവ്വാണത്തിലേക്ക് നയിക്കുന്നു. ഇതിനെ പറ്റി ഞാൻ രാത്രി മുഴുവനും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ആലോചിക്കുകയാണെങ്കിൽ അതുമൂലം എനിക്ക് ഭയമില്ല. ഇതിനെപ്പറ്റി പകൽ മുഴുവൻ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതുമൂലം എനിക്ക് ഭയമില്ല. ഇതിനെപ്പറ്റി പകലും രാത്രിയും ഒരുപോലെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതുമൂലം എനിക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നില്ല. എന്നാലും ഇതിനെ വളരെയധികം സമയം ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ക്ഷീണിക്കും. ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ മനസ്സിന് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകും. മനസ്സിന് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത് സമാധിയിൽ നിന്ന് വളരെയധികം ദൂരെയാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വ്യക്തി ധ്യാനം അഭ്യസിക്കുകയാണെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ദൂരെ ഏതെങ്കിലും ഏകാന്തവാസത്തിന് പോകുന്നത്. കാരണം നമ്മുടെ സമുദായത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ധ്യാനിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ശരീരം കൊണ്ട് നമ്മൾ തളർന്നിരിക്കും, അതേപോലെ തന്നെ മനസ്സിൽ നമ്മൾക്ക് പലതരം സ്ട്രെസ് ഉണ്ടാകും. ആ സമയത്ത് നമ്മൾക്കൊരിക്കലും സമാധി ലഭിക്കില്ല. അതിനാൽ ഞാൻ എൻ്റെ മനസ്സിനെ എൻ്റെ ഉള്ളിൽ നിശ്ചലമാക്കി, അതിനെ അവിടെ നിർത്തി, അതിനെ സമാഹിതമാക്കി, എന്നിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ സമാധിസ്ഥമാക്കി. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ എൻ്റെ മനസ്സിന് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ വരരുത്. ഏതൊരു ഭിക്ഷു ഏതെങ്കിലും തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിലേക്കായിരിക്കും ആ ഭിക്ഷുവിൻ്റെ മനസ്സിൻ്റെ ചായ്വ്. ഒരു ഭിക്ഷു തുടർച്ചയായിട്ട് നിഷ്ക്രമണ ചിന്തകളെപ്പറ്റി ചിന്തിക്കുകയാണ് എങ്കിൽ കാമചിന്തകളെ ഉപേക്ഷിച്ച് നിഷ്ക്രമണ ചിന്തകളെ ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് നിഷ്ക്രമ ചിന്തകളിലേക്കായിരിക്കും ചായുക.
അതേപോലെ തന്നെ ഒരു ഭിക്ഷു സ്വന്തം മനസ്സിൽ അവ്യാപാദ വിതക്കം, മറ്റുള്ളവരുടെ ദ്വേഷമില്ലാത്ത ചിന്തകളാണ് മനസ്സിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ അവൻ്റെ മനസ്സ് ആ ചിന്തകളിലേക്കായിരിക്കും ചായുക. അതേപോലെ തന്നെ ഒരു ഭിക്ഷു അവിഹിംസ വിതർക്കം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാകരുത് എന്ന ചിന്ത എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ഹിംസാചിന്തയെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അവൻ്റെ മനസ്സ് അവിഹിംസ ചിന്തകളിലേക്ക് ചായുന്നതാണ്. ഉദാഹരണമായിട്ട് ഇത് വേനൽക്കാലത്തെ അവസാന മാസമാണ് എന്ന് വിചാരിക്കുക. ഒരു ഗ്രാമത്തിലെ വിളകളെ എല്ലാം കൊയ്തെടുത്തു. കൃഷിസ്ഥലത്ത് വിളകൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ പശുക്കളെ പരിപാലിക്കുന്ന ഒരു വ്യക്തിക്ക് പശുക്കളെ നോക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പശുപരിപാലനം ചെയ്യുന്ന ആ വ്യക്തിക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാം, അല്ലെങ്കിൽ തുറന്ന ഒരു സ്ഥലത്ത് ഇരിക്കാം. അവൻ്റെ പശുക്കൾ അവിടെ തന്നെ ഉണ്ട് എന്ന് മാത്രം അവന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ എനിക്ക് ഈ കാര്യങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള കുശലചിന്തകൾ ഇവിടെ ഉണ്ട് എന്ന് മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീര്യം ഉണർന്നു, എൻ്റെ സതി പ്രതിഷ്ഠിതമായി, ദൃഢപൂർവം പ്രതിഷ്ഠിതമായി, എൻ്റെ ശരീരം പ്രശാന്തമായി, പസദ്ധോ കായോ, ശരീരത്തിൽ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല, എൻ്റെ ചിത്തം സമാഹിതമായി ഏകാഗ്രമായി. അടുത്തതായി ഭഗവാൻ ബുദ്ധൻ ധ്യാനങ്ങളെക്കുറിച്ച് പറയുകയാണ്. വീണ്ടും ഇവിടെ ധ്യാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി. അതായത് അവിടെ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള കാമങ്ങളില്ല, അതേപോലെ തന്നെ അകുശല ധർമ്മങ്ങൾ ഇല്ല. അങ്ങനെയുള്ള പ്രഥമ ധ്യാനത്തിൽ ആ ഭിക്ഷു എത്തിച്ചേർന്നു. അവിടെ 5 ധ്യാനാംഗങ്ങളുണ്ട്. സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പടമം ധ്യാനം ഉപസമ്പച്ച വിഹാസിം. അവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, പീതി അല്ലെങ്കിൽ മനസ്സിലെ ആനന്ദമുണ്ട്, സുഖം ശരീരത്തിൽ സുഖമുണ്ട്, ചിത്തത്തിൽ ഏകാഗ്രത ഉണ്ട്. പിന്നീട് വിതർക്ക വിചാരങ്ങൾ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ പീതി സുഖം ചിത്തത്തിൻ്റെ ഏകാഗ്രത മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പീതിയും പോയി, സുഖവും അതേപോലെ തന്നെ ഏകാഗ്രതയും മാത്രമേ ഉള്ളൂ. ആര്യന്മാർ ഈ മൂന്നാമത്തെ ധ്യാനത്തിന് ഒരു സ്പെഷ്യലായിട്ടുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഉപേക്ഷകോ സതീമ സുഖവിഹാരി. അതായത് ഇവിടെ ഉപേക്ഷയുണ്ട്, സമതയുണ്ട്, സതി അല്ലെങ്കിൽ ജാഗ്രതയുണ്ട്, സുഖവിഹാരി ശരീരത്തിൽ സുഖമുണ്ട്, ആ സുഖത്തിൽ അവർ വിഹരിക്കുകയാണ്. അടുത്തതായിട്ട് സുഖത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കിക്കൊണ്ട്, മുൻപുണ്ടായിരുന്ന സൗമനസ്സത്തെയും ദോമനസ്സത്തെയും ഇല്ലാതാക്കിക്കൊണ്ട്, അദുഃഖം അസുഖം, സുഖമോ ദുഃഖമോ അല്ലാത്ത ഉപേക്ഷ സതി പാരിശുദ്ധം ചതുർത്ഥം ധ്യാനം ഉപസമ്പച്ച വിഹാസിം. അങ്ങനെ ന്യൂട്രലായിട്ടുള്ള ആ അനുഭവമുള്ള ആ 4ാമത്തെ ധ്യാനത്തിൽ വിഹരിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സ് ഇത്തരം സമാധിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അത് വളരെ പരിശുദ്ധമായിരുന്നു, ഉജ്ജ്വലമായിരുന്നു, കളങ്കങ്ങൾ ഇല്ലാതായിരുന്നു, ദോഷങ്ങൾ ഇല്ലാതായിരുന്നു, മൃദുവായിരുന്നു. അതിനെക്കൊണ്ട് ഏത് തരത്തിലുള്ള ജോലിയും ചെയ്യിപ്പിക്കാമായിരുന്നു, നേരെയുള്ളതായിരുന്നു, യാതൊരുവിധ അനക്കവുമില്ലാത്തായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എൻ്റെ പൂർവ്വജന്മങ്ങൾ ഓർക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് പലതരത്തിലുള്ള പൂർവ്വജന്മങ്ങൾ ഓർമ്മ വന്നു. 1, 2, 3, 10, 1000, 10,000, ലക്ഷം അങ്ങനെയുള്ള പൂർവ്വ ജീവിതങ്ങൾ ഓർമ്മ വന്നു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൂടിയിട്ട് ഓർമ്മ വന്നു. ഏത് കുലത്തിലായിരുന്നു, എന്തായിരുന്നു വേഷം, എന്തായിരുന്നു ഭക്ഷണം, പേരെന്തായിരുന്നു, എല്ലാം ഓർമ്മ വന്നു. ഇതായിരുന്നു രാത്രിയുടെ ആദ്യത്തെ യാമത്തിൽ എനിക്ക് കിട്ടിയ അറിവ്. അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, ഇരുട്ട് ഇല്ലാതായി, വെളിച്ചം ഉണ്ടായി. നിഷ്ഠയോടുകൂടി ഇപ്രകാരം ധ്യാനിക്കുന്ന ഏതൊരു ഭിക്ഷുവിനും ഈ അവസ്ഥ ഉണ്ടാകും. എൻ്റെ മനസ്സ് ഈ സമാധിയിൽ ആയിരുന്ന സമയത്ത് ഞാൻ അതിനെ പ്രാണികളുടെ ജനനവും മരണത്തിലേക്കും തിരിച്ചുവിട്ടു. അപ്പോൾ എൻ്റെ ദിവ്യ ദൃഷ്ടിയാൽ ഞാൻ ഈ പ്രാണികൾ ഉയർന്ന കുലത്തിലും താഴ്ന്ന കുലത്തിലും നല്ല സ്ഥലത്തും ചീത്ത സ്ഥലത്തും സുന്ദരരായും കുരൂപരായിട്ടും ജനിക്കുന്നത് കണ്ടു. ജീവികളെല്ലാം അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ജനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് രാത്രിയുടെ 2ാം യാമത്തിൽ എനിക്ക് ലഭിച്ച ജ്ഞാനം. അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, ഇരുട്ട് നഷ്ടമായി, പ്രകാശം ഉൽപ്പന്നമായി.
പ്രമാദമില്ലാതെ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഏതൊരു സാധകനും ഈ അനുഭവം ഉണ്ടാകും. എൻ്റെ മനസ്സ് അത്തരം സമാധിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അതിനെ എൻ്റെ ആസവക്ഷയങ്ങളിലേക്ക് നയിച്ചു. എനിക്ക് ശരിക്കും മനസ്സിലായി, ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള പടിപതയാണ് അല്ലെങ്കിൽ മാർഗമാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, ഇത് ആസവങ്ങളാണ്, ഇത് ആസവങ്ങളുടെ സമുദയമാണ്, ഇത് ആസവങ്ങളുടെ നിരോധമാണ്, ഇത് ആസവങ്ങളുടെ നിരോധനത്തിനുള്ള പ്രതിപതയാണ്, മാർഗമാണ്. ഇങ്ങനെ അറിഞ്ഞപ്പോൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കാമാസവത്തിൽ നിന്നും ഭവാസവത്തിൽ നിന്നും അവിദ്യാസവത്തിൽ നിന്നും പരിപൂർണമായിട്ട് മുക്തമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജാതി നഷ്ടമായി, ബ്രഹ്മചര്യം പൂർത്തിയാക്കി, ഏതൊന്ന് ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു ലോകത്തിലും ഞാൻ പുനർജനിക്കില്ല. ഇതാണ് രാത്രിയിലെ 3-ാം യാമത്തിൽ എനിക്ക് കിട്ടിയ അറിവ്. അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, തമസ് നഷ്ടമായി, പ്രകാശം ഉണ്ടായി. ഇപ്രകാരം അധ്വാനിക്കുന്ന ഏതൊരു തപസ്വിക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടാകും. ഒരു ഉദാഹരണം ചിന്തിക്കുക. ഒരു നിബിഡ വനത്തിൽ ചതുപ്പ് നിറഞ്ഞ ഒരു താഴ്വര ഉണ്ട് എന്ന് കരുതുക. അതിൽ ധാരാളം പുല്ലുകളും സസ്യങ്ങളുമുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു വലിയ മാൻകളുടെ കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി അവിടെ എത്തിച്ചേർന്നു. അത് മാനുകൾക്ക് ദ്രോഹം ചെയ്യാൻ ആഗ്രഹിച്ചു, അതിനെ മുറിപ്പെടുത്താൻ ആഗ്രഹിച്ചു, അതിനെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ സുഖം തരുന്ന, സന്തോഷം തരുന്ന വഴി അവർ അടച്ചു. എന്നിട്ട് അവർ തെറ്റായിട്ടുള്ള ഒരു വഴി തുറന്നു. അവിടെ അവർ മെരുക്കിയെടുത്ത ആൺമാനിനെയും പെൺമാനിനെയും അവിടെ നിർത്തി. അതുമൂലം കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാനുകളുടെ കൂട്ടം ഇല്ലാതാകും, നശിക്കും. എന്നാൽ ആ സമയത്ത് ഒരു നല്ല മനുഷ്യൻ വന്നു. അവൻ ഈ മാൻകൂട്ടങ്ങളെ സഹായിക്കാൻ, സുരക്ഷിതരാക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ വ്യക്തി ശരിയായിട്ടുള്ള പാത ഈ മാനുകൾക്ക് തുറന്നു കൊടുത്തു. അതുമൂലം അവർക്ക് സുഖവും സന്തോഷവും ഉണ്ടാകും. എന്നിട്ട് ആ തെറ്റായിട്ടുള്ള പാത അടച്ചു. അതുകൂടാതെ മെരുക്കിയെടുത്ത ആൺ പെൺ മാനിനെയും അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. അതുമൂലം സമയമാകുന്ന സമയത്ത് ഈ മാൻകൂട്ടം വർദ്ധിക്കും, പരിപൂർണമാകും. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാക്കാനാണ്. ചതുപ്പ് നിറഞ്ഞ താഴ്വര എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങളാണ്. വലിയ ഒരു മാൻകൂട്ടം എന്ന് പറയുന്നത് പ്രാണികളാണ്, അല്ലെങ്കിൽ ജീവികളാണ്. ഒരു വ്യക്തി ഇതിനെ ഉപദ്രവിക്കാൻ, അതിന് ഭയമുണ്ടാക്കാൻ, മുറിവേൽപ്പിക്കാൻ വരുന്നത് മാരനാണ്, അല്ലെങ്കിൽ ദുഷ്ടശക്തികളാണ്. തെറ്റായിട്ടുള്ള വഴി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള അഷ്ടാംഗമാർഗമാണ്. അതായത് മിച്ഛാദിട്ടി, മിച്ഛാസങ്കപ്പ, മിച്ഛാവാച, മിച്ഛാ കമ്മന്ത, മിച്ഛാ ആജീവ, മിച്ഛാ വായാമ, മിച്ഛാ സതി, മിച്ഛാ സമാധി. മിഥ്യ എന്നത് സംസ്കൃത വാക്കാണ്, മിച്ഛ എന്നത് പാലി വാക്കാണ്. മെരുക്കിയെടുത്ത മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദീരാഗം, അല്ലെങ്കിൽ രാഗവും അതിൻ്റെ ആസ്വാദനവും ആണ്. മെരുക്കിയെടുത്ത പെൺമാൻ എന്ന് പറയുന്നത് അവിദ്യയുടെ കാര്യമാണ്. ഈ മാൻകൂട്ടങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിച്ച ആ വ്യക്തി അർഹന്തനാണ്, സമ്മാസമ്പുദ്ധനാണ്. സുരക്ഷിതമായിട്ടുള്ള, സംരക്ഷിതമായിട്ടുള്ള ഒരു പാത, അത് സുഖത്തിലേക്ക് നയിക്കുന്നത്, ഇത് അഷ്ടാംഗമാർഗമാണ്, ആര്യ അഷ്ടാംഗിക മാർഗമാണ്. അത് ഇപ്രകാരമാണ്: സമ്മാ ദിട്ടി, സമ്മാ സങ്കപ്പോ, സമ്മാ ആജീവ, സമ്മാ കമ്മന്ത, സമ്മാ ആജീവോ, സമ്മാ വായാമ, സമ്മാ സതി, സമ്മാ സമാധി. അതിനാൽ ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങൾക്ക് സുരക്ഷിതവും സംരക്ഷിതവുമായിട്ടുള്ള നേരെയുള്ള പാതയാണ് തന്നിരിക്കുന്നത്. അതുമൂലം നിങ്ങൾക്ക് സുഖവും സന്തോഷവും ഉണ്ടാകും. അതുകൂടാതെ ഞാൻ തെറ്റായിട്ടുള്ള പാത അടച്ചു. മെരുക്കിയെടുത്ത ആ ആൺ പെൺ മാനിനെയും ഞാൻ നീക്കം ചെയ്തു. അതായത് രാഗത്തെയും അവിദ്യയെയും ഞാൻ നീക്കം ചെയ്തു. നിങ്ങളോടുള്ള അനുകമ്പ കൊണ്ട് ഒരു ശാസ്താവിന് എന്ത് ചെയ്യണമോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഗുരുവിന്
ശിഷ്യന് വേണ്ടി ചെയ്യേണ്ട എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വൃക്ഷത്തിൻ്റെ മൂലങ്ങളുണ്ട്, അവിടെ ശൂന്യാകാരങ്ങൾ അല്ലെങ്കിൽ ഗുഹകളുണ്ട്. നിങ്ങൾ ധ്യാനം അഭ്യസിക്കുക, സമയം പാഴാക്കരുത്, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. ഇതാണ് നിങ്ങളോടുള്ള എൻ്റെ അനുശാസനം. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. ആ ഭിക്ഷുക്കൾ തൃപ്തരായി ബുദ്ധൻ്റെ ഭാഷണത്തെ അഭിനന്ദിച്ചു. ഇങ്ങനെ ദേവതാവിദഗ്ധ സൂത്രം സമാപിച്ചു. ധ്യാനിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ വിചാരങ്ങൾ. അതിനാൽ ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി പലതരത്തിലുള്ള ചിന്തകൾ എല്ലാ സമയത്തും ചിന്തിക്കുന്നതാണ്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് ആ വ്യക്തികൾക്ക് അറിയില്ല. അതിനാൽ അവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.